ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാറാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഇതുപോലുള്ള വെളുത്തുള്ളി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ പല സൈസിലുള്ള വെളുത്തുള്ളിയാണ്, ചിലത് വലുതുണ്ട്, ചിലത് ചെറുതുണ്ട്. നല്ല വലുപ്പത്തിലുള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യണ പോലെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിക്ക് ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലില്ലേ, അതിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചതച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് വിടർന്ന് പോരും. എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പരട്ടെ ഇതില്. അതിനുശേഷം 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊലി പോരും. ഇപ്പൊ എന്റെ അമ്മയൊക്കെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പൊ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ കായത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കായത്തിന്റെ പൊടിക്ക് പകരം കായത്തിന്റെ കട്ടില്ലേ, അത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഈ പൊടിയിനേക്കാളും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിതിപ്പോ പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ, എങ്ങനെയാന്ന് വെച്ചാ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പില, 1 പച്ചമുളകും നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിപ്പോ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്. ഇതിപ്പോ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ 1/2 കപ്പ് നല്ലെണ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് എള്ളെണ്ണയാണ്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എള്ളെണ്ണയായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ എള്ളെണ്ണ താല്പര്യമില്ലെങ്കിൽ മാത്രം വേറെ ഓയിലുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ വിനാഗിരി ഞാൻ എടുക്കുന്നത് 3/4 കപ്പാണ്. നിങ്ങൾക്ക് ഏത് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു 1.5 കപ്പ് ചൂടുവെള്ളം വേണം. ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറൊക്കെ ആവുമ്പോൾ എണ്ണ അത്യാവശ്യത്തിന് വേണം. ഇപ്പോ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സാധാരണ വെളുത്തുള്ളി അച്ചാറിൽ കടുക് പൊട്ടിക്കാറില്ല. ഇതിലേക്ക് ഇനി പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ആവശ്യത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് മതി. ഇനി ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ വെളുത്തുള്ളി നന്നായിട്ട് കുക്കാവും വേണം. ഞാനിതിപ്പോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് പിടിക്കും നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ. ഇപ്പൊ കണ്ടില്ലേ, വെളുത്തുള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഓവറായിട്ട് ഫ്രൈ ആയിട്ടുമില്ല. ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഇടുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, മുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ആദ്യമായിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടികളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ചാറിന്റെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പക്ഷെ കരിയാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിന്റെ ഈ മുളകിന്റെ ഒക്കെ മണം അങ്ങോട്ട് മൂക്കിലേക്ക് അടിക്കണം, ചുമ വരുന്നു. ഇപ്പൊ ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് വിനാഗിരിയാണ്. ഞാനിപ്പോ ഒരു 3/4 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒഴിച്ചു നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ഒഴിക്കാം.
ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വറ്റി വരണം. അപ്പോഴാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ അച്ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ വെളുത്തുള്ളി അച്ചാറ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറല്ലേ. അതുപോലെ തന്നെ വെളുത്തുള്ളിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിലൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ അച്ചാർ ആവശ്യത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് മാറും. ഇപ്പൊ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളിയും ഉപ്പും എരിവൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഈ അച്ചാർ ഇപ്പൊ തൊട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയുടെ ഉള്ളിലേക്ക് ശരിക്കും ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ഈ അച്ചാറിന്റെ ഗ്രേവി കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഉപ്പും എരിവും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.